നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഹനീഫ് ഉസ്താദും അതുപോലെ തന്നെ ഹനീഫ് മാസ്റ്ററും ഉള്ളത്. വലൈക്കും അസ്സലാം. വലൈക്കും അസ്സലാം. വളരെ സുഖം. ഇപ്പൊ നമ്മൾ ഉള്ളത് ഇപ്പോ മൗണ്ട് മണിപ്പൂർ അല്ലേ? മൗണ്ട് നമ്മുടെ 20 രൂപ നോട്ടിലൊക്കെ ഉള്ളതല്ലേ? അതാണ് കയറി വരുന്ന തിരിവുണ്ടല്ലോ, ബസ് തിരിവ്, അവിടെ ഉള്ള സ്ഥലമാണ്. 20 രൂപ. അല്ല, ഇവിടെ നോക്കിയാൽ ഇപ്പൊ നമ്മൾ നോർത്ത് ബേ ഐലൻഡ് കാണുന്നില്ലേ? അല്ലെ, നോർത്ത് ബേ ഐലൻഡ്, അത് റോസ് ഐലൻഡ് അല്ലേ? റോസ് ഐലൻഡ്. പിന്നെ ഇത് നമ്മളത് ലൈറ്റ് ഹൗസ്. നോർത്ത് ബേ ലൈറ്റ് ഹൗസിലെ. ഇവിടെ പണ്ട് കാലത്ത് നമ്മള് അല്ലെ ഇവരൊക്കെ വന്നിരുന്നത്. ഇപ്പൊ ഈ മണിപ്പൂർത്തെ പേര് മാറ്റാൻ കാരണം അവിടുത്തെ രാജാവിനെയും ആളുകൾക്ക് കൊണ്ട് കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നോ? അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ മാറ്റിയിട്ടുള്ളത് ഇപ്പൊ നമ്മളെ ഈ പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് മണിപ്പൂർ ആക്കിയത്, മാറ്റിയത്. പിന്നെ ആ റോസ് ഐലൻഡിന്റെ പേര് പിന്നെ എന്താണ്, എന്ത് ഐലൻഡ് ആക്കിക്കണപ്പോ? റോസ് ഐലൻഡിന്റെ ഇപ്പൊ ഈ പുതിയ പേരുകൾ നമ്മൾ കഷ്ടപ്പെട്ടാണ്. പിന്നെ രണ്ടെണ്ണം നീൽ ഐലൻഡ്, പബ്ലോക്ക് ഐലൻഡ് പറയാം. അതിനൊന്നിനെ സെയ്ദ് ദ്വീപ് ആക്കിക്കണേ, ഒന്നിനെ സ്വരാജ് ദ്വീപ് ആക്കി ഒരു മാറ്റി. പിന്നെ നമ്മൾ അണ്ടമാന്റെ ക്യാപിറ്റൽ പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയർ തന്നെ നമുക്ക് എല്ലാവരും ഫേമസ് ആയതാണ് പോർട്ട് ബ്ലെയർ. ഇപ്പൊ അതിന്റെ എന്താണ് വിജയപുരം ഒരു ആർക്കും ഒരു പിടുത്തം കിട്ടാത്ത ഒരു ഇതാണ്. പണ്ടത്തെ പോർട്ട് ബ്ലെയർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കാലാപാനി എന്ന പേരിലാണ് ഇപ്പൊ ഇവിടെ അറിയപ്പെടുന്നത്. ഇത് ഈ റോസ് ഐലൻഡ് അത് കാണിച്ച ഈ റോസ് ഐലൻഡ് ഇവിടെ സുനാമിയുടെ സമയത്ത് നമ്മളെ കുറച്ച് നമ്മളൊക്കെ താമസിക്കുന്ന ഭാഗത്ത് തടുത്തൊക്കെ പറഞ്ഞ ശരിയല്ലേ? നേരെ ആ ഭാഗത്തേക്ക് വല്ലാണ്ട് സംഭവിച്ചില്ല. നമ്മളെ പമ്പ് ഫ്ലാട്ട് ഭാഗത്ത് നമ്മളിപ്പോ വന്നില്ലേ, നമ്മളെ വീട്ടിൽ നിന്ന് പമ്പല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ തിരിഞ്ഞു വന്നില്ലേ, ബോട്ടൊക്കെ അണിഞ്ഞു നിന്ന സ്ഥലം, അതാണ് പമ്പ് ഫ്ലാറ്റ് പറയുന്നത്. ചാട്ടം അവിടുന്ന് ഇങ്ങോട്ട് ബോട്ട് വരുന്നത്, അവിടെ കുറച്ച് അടിച്ചു നേരെ വന്നിട്ട്. അവിടെ കുറച്ച് നഷ്ടം പറ്റി. സുനാമി ഭാഗത്ത് പല ഭാഗങ്ങളും ഇപ്പോഴും വെള്ളം ഉണ്ട്. അത് ഒരു 3 മീറ്ററോളം വെള്ളം കയറിയിരിക്കണം അതിന്റെ ശേഷം. അത്ര ഭൂമി താന്നിക്കുക. അല്ല, ഇന്ന് ഉദ്യോഗസ്ഥന്മാരും ബ്രിട്ടീഷുകാർക്ക് ഇവിടെ വന്നിരുന്നോ? ജപ്പാൻ അന്നത്തെ ജപ്പാൻ കാലത്ത് അവരെ മെയിൻ ബിൽഡിംഗ് ഇവിടെ തന്നെ. അല്ല, അതില് നമ്മൾ കേട്ടിട്ടുണ്ട് ഇവിടെ എന്താണ് നല്ല വെയിലുള്ള കാലത്തൊക്കെ ഇവിടെ നിന്ന് താമസിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഏതാ ഇതിന്റെയൊക്കെ ചരിത്രം ഒന്ന് പറയാം. ഇതിന്റെ ചരിത്രം ഇപ്പൊ നമുക്ക് കൂടുതലൊന്നും അറിയില്ല, പറഞ്ഞു കേട്ടത് തന്നെയാണ്. അവരെ മെയിൻ ഓഫീസും കാര്യമൊക്കെ ഇവിടെ തന്നെയാണ്. ഇവരിതിന്റെ അടിയിൽ കൂടി ഇങ്ങനെ അങ്ങോട്ട് പോകാനുള്ള ഒരു തരംഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, അങ്ങോട്ട് പോകാനുള്ള. പിന്നെ ഇവിടെ ഇതിന്റെ ഈ അകത്ത് ഇവിടെ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭയങ്കര ഒരു കൂട്ടൊക്കെ ഒരു മൂർച്ചയുണ്ട്. മൂർച്ചയും മറ്റേ ടൈമിൽ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അത് പൂട്ടിയിട്ടിരിക്കുക. അത്ര അതിന്റെ പൂട്ട് നമ്മൾ പോയിട്ട് പൊളിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ കാണും. പിന്നെ അതിന് പൊളിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി ചെല്ലുമ്പോൾ ആ സ്ഥലം കാണൂല. അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. മുമ്പൊക്കെ നമ്മളെ ഒപ്പാരും അവരൊക്കെ ഇങ്ങോട്ട് നടന്നു വന്നിട്ട് പത്തി മറ്റേ വെത്തിലെന്നുള്ളതിനൊക്കെ കാട്ടുവെത്തില എന്നുള്ളതിനൊക്കെ വന്നു ഈ ഭാഗത്തൊക്കെ. പിന്നെ ഇവിടെ ഈ മാധുവന്ത് എന്ന് പറയുന്നതിന്റെ താഴെ തന്നെ ഫോറസ്റ്റിന്റെ അവിടെ ആനകളെ വളർത്തുന്നത്, ആനകളെ ഉള്ള ഈ പരീക്ഷണത്തൊക്കെ കൊടുക്കലും പരിശീലിപ്പിക്കലൊക്കെ ഉണ്ടാകും. ഇത് എത്ര ഉയർത്തുന്നില്ലേ ഈ സമുദ്രനിരപ്പിനെ? ഒരുപാട് 365 കഴിഞ്ഞപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണുന്നില്ല നിങ്ങൾ ശരിക്കും കാണാലോ. എല്ലാ ആൻഡമാൻ നിക്കോബാറിലെ എല്ലാം കാണാനല്ലേ. അതുകൊണ്ടാണ് ഇവിടെ പുറത്തുനിന്ന് ആൾക്കാർ ഈ റോസ് ഐലൻഡിൽ ഇപ്പൊ താമസം ഉണ്ടോ? റോസ് ഐലൻഡ് താമസമുണ്ട്. അല്ല, അന്ന് റോസ് ഐലൻഡില് ഈ സുനാമി അടിച്ചപ്പോ ആളുകൾ ഉണ്ടായിരുന്നോ? അന്നാളില്ല, ആള് താമസമല്ലേ. റോസ് ഐലൻഡ് വരെ മെയിൻ വേറെ സ്ഥലമാണ്. അവിടെ വരെ ചർച്ച്, മെയിൻ വരെ ക്ലബും കാര്യങ്ങളൊക്കെ അതിന്റെ വരെ കൊറേയൊക്കെ ഇപ്പൊ ഇങ്ങനെ നമ്മൾ 20 രൂപന്റെ നോട്ടില് കാണുന്നില്ല. കാണുന്നുണ്ട് നോർത്ത് ബേയിൽ. ഇതിന്റെ കുറച്ചും കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കയറി വരുന്നില്ല അവിടെ ശരിക്കും ഇങ്ങനെ ഫസ്റ്റില് നമ്മളൊരു കയറി വരുമ്പോ അവിടെ ഒരു കയറ്റാൻ കുറച്ചും കയറി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ നോക്കിയാൽ ക്ലിയർ കാണാം. അതാണ് ആ ഫോട്ടോ ആണ്. പേര് മാറ്റിയ വലിയൊരു പ്രശ്നമാണല്ലേ സത്യം പറഞ്ഞാല്? പേര് മാറ്റിയാണ് പ്രശ്നം. നമുക്ക് നമ്മളൊക്കെ പഴയ പേരിൽ തന്നെ അറിയപ്പെടുന്നത് നമ്മള് വിളിക്കുള്ളൂ. എന്ന് പറയുന്നതും പിന്നെ രണ്ടാണ്. വിജയപുരം രണ്ടാണ്. ഈ റോസ് ഐലൻഡ് സ്വരാജ് ദ്വീപ്. അപ്പൊ എന്താ പറയാ, ഈ പുതിയ പേരുകളൊന്നും അറിയപ്പെടുന്നില്ല. പഴയ വരുന്ന ആൾക്കാരൊക്കെ പോയി എയർപോർട്ടിലൊക്കെ വന്നിറങ്ങിയപ്പോ വിജയപുരം എന്നൊക്കെയാണ് പറയുന്നത്. അതല്ല, പിന്നെ ടിക്കറ്റിലൊക്കെ പഴയ തന്നെയാണ്. അപ്പൊ ആളുകൾക്ക് മനസ്സിലാവുന്നില്ല, വിദേശികൾക്കൊക്കെ. ചെന്നൈ, പോർട്ട്ലേട്ടോ, കൽക്കട്ട അങ്ങനെയൊക്കെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ പഴയ പേരിൽ തന്നെ അറിയപ്പെടുന്നത്. പിന്നെ നീൽ ഐലൻഡ്, അബ്ലോക്ക് ഐലൻഡ്, അതൊക്കെ റോസ് ഐലൻഡ്, പിന്നെ ഷഹീദ് ഐലൻഡ്,
ഷെയ്ദ് ഐലൻഡ് ഒക്കെ ആക്കി മാറ്റിയിരിക്കണം അവര്. അതെ പേര് നമുക്ക് തന്നെ കിട്ടണില്ല ഇപ്പൊ ഞങ്ങൾ ഇവിടെ ഉള്ളവർക്ക്. ആ പിന്നെ അത് എന്താണ് ഇത് കപ്പൽ മാർഗം വരെ അല്ലേ ഇങ്ങോട്ട്? കപ്പൽ മാർഗം മദ്രാസിക്ക് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ടാ പോവാ, കൽക്കട്ടിക്ക് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് പോകും. രണ്ടിനും കൂടി ഇടയ്ക്ക് വരാനുള്ള വൈകിട്ടാണ് ഈ രണ്ടിനും പോർട്ട് ബെയറും അതുപോലെ തന്നെ റോസ് ഐലൻഡിൽ കൂടിയാണ് നേരെ ഉള്ളിലേക്ക് പോവുക. നേരെ നമ്മുടെ കാലിക്കറ്റിലേക്ക് അല്ലെ പോർട്ട് ബെയറിലേക്ക് പോകുന്നത്. ഷിപ്പ് അവിടെ പോകാനാണ്. അല്ല ഈ പോർട്ട് ബെയർ ആ ഭാഗത്താണ്, ആ ഭാഗത്ത്. പിന്നെ ആ ഭാഗത്ത് റോസ് ഐലൻഡ്, പിന്നെ അപ്പുറത്തേക്ക് വേറെ ഐലൻഡ് ഉണ്ടോ? പിന്നെ നമ്മൾ പറഞ്ഞ ഇവിടുന്ന് ഇപ്പോൾ 6 മണിക്കൂർ കാലത്ത് 6 മണിക്ക് കയറിയാൽ ഒരു 2 മണിയാകുമ്പോഴത്തും അവിടെ ഹഡ്ബേ ലിറ്റിൽ ആൻഡമാൻ അത് പറയാം. അവിടുന്ന് പിന്നെ ഇപ്പുറത്ത് ഇങ്ങനെ പോയപ്പോൾ മറ്റേ റംഗത്ത്, മായാവന്തർ, ഡീലിപ്പൂര് അങ്ങനെ ഭാഗത്തേക്ക് അങ്ങനെ പോകും. അവർക്കൊക്കെ ബോട്ടിന് 6 മണിക്കൂർ കാലത്ത് കയറിയാൽ വൈകുന്നേരം നമ്മൾക്ക് മായാവന്തർ ചെല്ലും. നിക്കോബാർ നമ്മൾ ഇവിടുന്ന് പിന്നെയും പോകണം. ഇപ്പൊ ഈ ഹഡ്ബേ അല്ലേ, നിക്കോബാർക്ക് 12 മണിക്കൂർ ഓട്ടം. 12 മണിക്കൂർ ഇവിടുന്ന് നിക്കോബാർ ഹഡ്ബേന്ന് 6 മണിക്കൂർ ഒക്കെ 6 മണിക്കൂറേ. നിക്കോബാർ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കമല് കഴിഞ്ഞാൽ ചന്തിക്ക് ചെന്ന് തുടങ്ങും. അവിടെ വെള്ളം നല്ല പൊക്കാണ്, അവിടെ നല്ല റോഡിങ്. ചരിത്രപരമായിട്ട് ഒരുപാട് കഥകൾ. 300 ചില്ലറ വീടുകൾ അല്ല ദ്വീപുണ്ട്. 360 എത്ര 62 എത്ര ചെയ്ത് അത്രയല്ലേ 522 അല്ലേ താമസമുള്ളത്? താമസമുള്ളതിൽ 10 60 അല്ലേ. പിന്നെ അവിടെ ഒരു ഇതുണ്ടല്ലേ സെന്റിനൽ, ഓങ്കി. ഇവിടുന്ന് പോണ വഴിക്ക് തന്നെ നിക്കോബാർ കഴിഞ്ഞാലേ അടുത്ത് കഴിഞ്ഞാൽ നിക്കോബാർ ഇപ്പൊ ഷിപ്പാണ് ഇന്ന സ്ഥലം. നിക്കോബാർ കഴിഞ്ഞാൽ അവിടെ പിന്നെ ഈ മറ്റേ ഇവരാണ് ഒളിച്ചുകാരെന്ന് പറയാം. ആദ്യം പണ്ടത്തെ കാലത്ത് താമസിക്കുന്നവരാണ്. അല്ല കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരെ ഇപ്പൊ മണ്ണാർക്കാട് അതുപോലെ തന്നെ കുറെ ഇവിടെ മണ്ണാർക്കാട് നമ്മളത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണ്ണാർക്കാട് ബാനുവാടല്ലേ താമസിക്കുന്നത്. പിന്നെ കോഴിക്കോട്, കാലിക്കറ്റ്, വണ്ടൂര്, മഞ്ചേരി. അത് നമ്മൾ കേരളക്കാര് വന്ന് ഇവിടെ അങ്ങനെ പേരിട്ട്. കേരളക്കാര് പണ്ടത്തെ കാലത്ത് വന്നിട്ട് ഈ തിരൂര് കരവയ്ക്ക് പോകണം. ഈ തുർസനാവതി ഒരു സ്ഥലമുണ്ട്. അവിടെ അങ്ങോട്ട് കുറച്ച് ഉള്ളിൽ പോയ തിരൂര്, അവിടെയാണ് നമ്മളെ ആൾക്കാർക്ക് അന്ന് താമസിക്കാൻ വേണ്ടി സ്ഥലം കൊടുത്തിരുന്നു. അപ്പൊ അവിടെ ഈ കാട്ടുജാതികൾ വന്നിട്ട് അമ്പ ചെയ്തിട്ട് ആൾക്കാരെ മേടിച്ചിങ്ങാണ്ട് അവരവിടുന്ന് വന്നുങ്ങാണ്ട് ഈ തുസനാബാദ് എന്ന സ്ഥലത്ത് അവിടുത്തെ പള്ളിൻ്റെ ഒക്കെ പൊളിച്ചിങ്ങാണ്ട് തുസനാബാദ് വന്നിട്ട് ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കി അവിടെയാണ് നമ്മളെ ആൾക്കാർ പിന്നെ സെറ്റായത്. അന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു അരപ്പട്ടബാദ് എன்ற ഒരു സ്ഥലമുണ്ട്. അത് നമ്മളെ അരപ്പട്ട നമ്മൾ കേട്ടില്ലേ പച്ച, പണ്ടത്തെ കാലത്ത് അരപ്പട്ട എന്നല്ല പറഞ്ഞത് മലപ്പുറം ഭാഷ. അപ്പൊ അവര് പേരിട്ടാണ് അരപ്പട്ടബാദ്. അവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട്. അല്ല ഇതേ തിരുവല്ല അവിടെ നമ്മളെ ആൾക്കാരൊന്നും ഇല്ല അവിടെ. അല്ല ഇതുപോലെ എല്ലാ സ്ഥലത്തും ആളുകൾ വന്നിട്ടില്ലേ? ഇപ്പോ ബംഗാളിൽ നിന്ന്, തമിഴ്നാടിൽ നിന്ന് ഓരൊക്കെ അതേപോലെ പേരിട്ടുണ്ടോ അവിടുത്തെ? ഓരങ്ങനെ പേരിട്ട് ഓരൊക്കെ വന്ന് കൂടി നമ്മളെ ആൾക്കാരല്ലേ ഫസ്റ്റിൽ ഇവിടെ കൊടുക്കുന്ന ആൾക്കാർ. പ്രത്യേകിച്ച് മിനി ഒരു കേരളം തന്നെയല്ലേ. നമ്മളിപ്പോ ഡൽഹിയിൽ പോലും അല്ലെങ്കിൽ ഇന്ത്യയിൽ കേരളം വിട്ടാ പിന്നെ തമിഴ്നാടോ അല്ലെങ്കിൽ അങ്ങനെ പോയാൽ ആന്ധ്രാപ്രദേശ് ഒന്നും നമ്മൾ കേരളത്തിന്റെ ആ ഒരു പ്രതീതി ഇല്ല. അത് ഇവിടെയാണ് അല്ലേ. നമ്മൾ ഈ ഇക്കര ഭാഗത്തേക്ക് നമ്മുടെ കേരളത്തിന്റെ ഏരിയ നമ്മളിപ്പോ ബൊമ്പളാട്ട് പിന്നെ നമ്മൾ പോയതിനൊക്കെ ഉഗ്രാബാഞ്ചി നിങ്ങൾ പോർലയും പോകുന്നപ്പോ കണ്ടില്ലേ, ഉഗ്രാബാഞ്ചി കാണിച്ചു കൊടുത്തില്ലേ, ഉഗ്രാബാഞ്ചി കാണിച്ചു കൊടുത്തു. അങ്ങനെ പള്ളിയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നമ്മളെ ആൾക്കാർ നമ്മൾ വണ്ടൂർ ബീച്ച് പോയി. ഇനി പിന്നെ ഹാവ്ലോക്ക് അല്ലേ, ഹാവ്ലോക്ക് ഇപ്പൊ ഇവിടുന്ന് ആ കാണുന്ന സ്ഥലം ഇങ്ങനെ കാണില്ല. ആ ഐലൻഡ് കാണുന്നത് ഐലൻഡ് കാണിച്ചു പോലെ കുറേ ദൂരല്ലേ കാണൂലല്ലേ. കുറച്ച് കത്തിങ്ങനെ കാണില്ലേ, അങ്ങനെ പോയിട്ട് ഹാബിലോക്കിലാണ് ഈ രാധാ ബീച്ച്, രാധാനഗർ ബീച്ച് ഇതൊക്കെ ഉള്ളത്. അതൊക്കെ ഉള്ളത് ഏഷ്യയിലെ ഫേമസ് ആണ്. ഇതിന്റെ അപ്പുറത്തേക്കും ബീച്ചുകളുണ്ട്. ഇതിനപ്പുറത്തേക്ക് നാടാണല്ലേ. പോരുന്ന വഴികള് പാനിക്കാട് എന്ന് പറയുന്നത് കഴിഞ്ഞ പാനിക്കാട് നമ്മളെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ ആ റോഡ് ഇങ്ങനെ നമ്മള് മുന്നിൽ തിരിഞ്ഞില്ല അങ്ങോട്ട്. ഇതിപ്പോ കഴിഞ്ഞ വർഷം ഇപ്പൊ ആക്കിയിട്ടുള്ളൂ, ഉണ്ടാക്കിയതാണ്. ഇതിപ്പോ നോർത്ത് ബേ ഐലൻഡ് അല്ലേ? ഈ നോർത്ത് ബേ ഐലൻഡിൽ നമ്മൾ ആൾക്കാരുണ്ടോ? ഇല്ല, അതിന് താമസമില്ല. താമസമില്ല. ടൂറിസ്റ്റ് പ്ലേസ് ആക്കില്ലേ? ആളുകൾ വന്ന് പോകുന്നുണ്ട്. ഒരു പ്ലാന്റേഷന്റെ ഫോറസ്റ്റിന്റെ മെയിൻ സ്ഥലം. ഈ നോർത്ത് ബേ ഐലൻഡ് അല്ലേ? പക്ഷെ ഇതില് ചരിത്രപരമായിട്ട് ഇപ്പൊ നമ്മൾ എപ്പോഴും ഈ 20 രൂപ അല്ലെ പഴയ നോട്ടിൽ ഇപ്പൊ അതുണ്ട്. അപ്പൊ അവിടെയും വരുമ്പോ അത് 20 രൂപ നോട്ടുണ്ട്. ഇപ്പൊ പുതിയ നോട്ടിൽ അത് കാണുന്നുണ്ടോ? പുതിയ നോട്ടിൽ അത് കാണുന്നില്ല. അല്ല 20 നോട്ടൊക്കെ എന്താണ് പുതിയ നോട്ട് ഇറങ്ങുന്നുണ്ട്.
പക്ഷെ എന്നാലും ആ ചരിത്രപരമായ കാര്യങ്ങളൊക്കെ എടുത്തുപോയി പോലെയാണ്. ഇവിടെ ഇപ്പം നിന്നാൽ തന്നെ ഇപ്പൊ 4 പുറം കാണുന്നുണ്ട്. അതാണ് മെയിൻ ഓരോ ഇവിടെ നിന്നിട്ട് 4 പുറം സൂസൈഡ് പോയിന്റ് ഉണ്ടല്ലേ? സൂസൈഡ് പോയിന്റ് പോയിന്റ് സ്ഥലം ഇവിടെ ഉണ്ട്. അത് എവിടെ ഇവിടെ ഒരുപാട് ഇവിടെ എമറാൾഡ് വ്യൂ പോയിന്റ് അവിടെ തന്നെ നോർത്ത് വ്യൂ പോയിന്റ് എഴുതിയിട്ടില്ലേ? അതെ കിലോമീറ്റർ ഉണ്ട് നടന്നു പോകുന്നത്. അവിടെ ഞാനും പോയിട്ടില്ല. ഇല്ലല്ലേ? ആ കുറെ നടക്കണം. ഞങ്ങളിനി ഹാവിലോക്കൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നത്. തിങ്കളാഴ്ച കുഞ്ഞാനും പോകുന്നു. ആ തിങ്കളാഴ്ച അല്ലേ? അവരിപ്പം പോയി അവിടെ നമ്മളെ ഞാൻ പറയാനും ആള് പോകാണ്ട് ഇപ്പൊ വരുന്നുണ്ട് ആള്. തന്നെ ഇന്ന് വന്നു കഴിഞ്ഞപ്പോ നാളെ നിങ്ങളുണ്ടോ? സമയമുണ്ടാവോ? എനിക്ക് ഇപ്പൊ ഇവിടെ വേറെന്താ നമ്മളെ ഇതിനെ പറ്റി പറയാനുള്ളത്? നമ്മളെ ഒന്നുകൂടി ആന്തമാനെ പറ്റി കേരളക്കാരോട് എന്താ പറയാനുള്ളത്? അന്തമാനിൽ പറഞ്ഞാല് ഇവിടെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അന്തമാനിൽ നാട്ടിലുള്ള ആൾക്കാരെ വിചാരം എന്താ വെച്ചാൽ അന്തമാൻ എന്ന് പറഞ്ഞത് ചെറിയ എന്നോട് തന്നെ ചോദിച്ചു. ഞാൻ നാട്ടിലെ ടൈമില് അവിടെയൊക്കെ എന്താണ് ഈ കാട്ടുജാതിക്കളൊക്കെ അങ്ങനെ കുഞ്ഞിക്കാത്തോറില്ല. അല്ല ചില ഏരിയയിൽ തന്നെ അങ്ങനെ അതുണ്ട്. നിക്കോബാരി അവര് ഇപ്പൊ നമ്മള് ബറട്ടാന്ന് പറയും. ഇപ്പൊ കോണോയ്ക്ക് 300 കിലോമീറ്റർ ഇവിടുന്ന് ബസ് 2 സ്ഥലത്ത് ബസ് പാറാക്കണം. ഒരു സ്ഥലത്ത് ഇപ്പൊ പാലുണ്ടാക്കിയിട്ടുണ്ട്. അന്ന് കുഞ്ഞാണി പറഞ്ഞില്ല അതില് പറഞ്ഞു. രണ്ടാമത്തെ സ്ഥലം ഉണ്ട് ബറട്ടാനിലാണ് ഇപ്പൊ ബോട്ട് ജെട്ടി റോഡ് ഉണ്ടായാലും പാലുണ്ടാക്കണുള്ളൂ. അതിന്റെ അവിടുന്ന് വേറെ സ്ഥലമുണ്ട്. ഒരു ബറട്ടാന്റെ 22 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അടിയിൽ പാലുണ്ടാക്കുന്നുണ്ട്. അത് ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇത് കൂടി കഴിഞ്ഞാൽ പിന്നെ 300 കിലോമീറ്റർ സുഖമായിട്ട് മറ്റേപ്പോഴേ നമ്മുടെ നാട്ടിൽ ചങ്ങാടം എന്ന് പറയും. ഇവിടെ ഇപ്പൊ ബോട്ടില്ല. നമ്മളെ പോയിരുന്നല്ലേ വണ്ടിയൊക്കെ കയറ്റി പോണേ വെഹിക്കൽ ഫെരി ബോട്ട്. ആന്തമാൻ വന്നിട്ട് വളരെ ഇഷ്ടപ്പെട്ട്. പിന്നെ നമ്മളെ ഈ ഏരിയയിൽ വന്നാൽ നമ്മളെ ഇക്കരെ കടന്നു കഴിഞ്ഞാൽ നമ്മളെ ആ കേരളത്തിന്റെ അതേ ഒരു ഇത് കിട്ടുന്നുണ്ട്. നാട്ടിലത്തെ പേര് മലപ്പുറം, മഞ്ചേരി, മണ്ണാർക്കാട്. അല്ലെ ഇവിടെ വന്നിട്ട് ഇപ്പൊ പോകാൻ തോന്നില്ല. 2 ടിക്കറ്റ് എടുത്ത് ഒന്ന് ഇഷ്ടപ്പെട്ട്. കാരണം നമ്മള് വിചാരിച്ച പോലല്ല, ഒന്നും കൂടി വളരെ വിശാലത ഉണ്ട്. 2 എയർപോർട്ട് ഉണ്ടോ? എയർപോർട്ട് ഒന്നും ഇവിടെ അണ്ടമാൻ നിക്കോബാർ 2 ഡിസ്ട്രിക്ട് ആണ്. അല്ല നിക്കോബാർ എയർപോർട്ട് വേറെ ഉണ്ടോ? വേറെ ഉണ്ട്. പക്ഷെ പ്ലെയിൻ അവിടെ പ്ലെയിൻ ഇറക്കലൊക്കെ ഇവിടെ തന്നെ. ഇവിടെ തന്നെയാണ്. പോർട്ട് ബ്ലെയറില് നിക്കോബാറിലേക്ക് ഇവിടുന്ന് ബോട്ട് പോയി പോകണം. പിന്നെ ഹെലികോപ്റ്റർ ട്രൈബൽ പാസ് പോകണല്ലേ? മറ്റേ ഈ പണ്ടത്തെ കാലത്ത് വന്നു കൂടി കൊടുത്തിട്ട് ഓരോ സ്ഥലം അവിടെ ഓരോ സ്ഥലത്ത് ഓരോരോ ആൾക്കാരാണ്. അത് ആ സ്ഥലത്തേക്ക് ഇവിടെ. പിന്നെ അണ്ടമാനിൽ ഏതായാലും ഒരു മിനി ഇന്ത്യ ആണല്ലേ? എല്ലാ അണ്ടമാനെ സംബന്ധിച്ചിടത്തോളം ആര് വന്നാലും എല്ലാവരും നല്ല ഒരു നല്ല ഒരു ഇഷ്ടപ്പെട്ടിട്ടാണ് പോയത്. നല്ല സ്ഥലമാണ്. കാരണം എല്ലാവരും ഇവിടെ ഒരു അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല കേരളത്തില് മുമ്പേ അങ്ങനെ തന്നെയാണ്. എല്ലാ ഭാഷയും പറയുന്ന പിന്നെ എല്ലാ ഭാഷയും ഉണ്ട്. ലോകത്തിലുള്ള ഏതെല്ലാം ഭാഷയും ഏതെല്ലാം മതക്കാരും ഒക്കെ ഇവിടെ ഇവിടെ മലയാളം സ്കൂളിലില്ല, അതേപോലെ പത്രങ്ങളില്ല. നിങ്ങളൊക്കെ മലയാളം നമ്മള് ചെറുപ്പത്തിൽ തന്നെ വീട്ടിലൊക്കെ മലയാളം പറഞ്ഞു. ഇപ്പോഴാണ് ഇപ്പൊ ഇന്ത്യയായി മാറിയത്. മുമ്പൊക്കെ വീട്ടിൽ നമ്മളെ ജനിച്ച മുതൽ മലയാളം തന്നെ പറഞ്ഞു. മക്കളൊക്കെ ശരിക്കും മലയാളം പറയോ? നമ്മളെ കുറച്ചൊക്കെ പറയും. ഇപ്പൊ അങ്ങനെ പറയുന്നു ശീലിപ്പിച്ചിട്ടൊക്കെ പറയുന്നു. ഇപ്പൊ വീട്ടിലാണ് നമ്മള് വീട്ടിൽ പറഞ്ഞിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങിയ ഫുള്ള് ഇന്ത്യയിൽ പറയുന്നത്. അപ്പൊ പിന്നെ അതിനോട് അങ്ങോട്ട് മദ്രസയിൽ ഉറുദു ആക്കി. കാരണം ഉറുദു കുട്ടികൾ പഠിക്കുന്നത് ഇവിടെ നമ്മുടെ മലയാള സ്കൂൾ ഉണ്ടായിരുന്നു. മലയാളം പഠിച്ചിട്ട് നമ്മളെ കുട്ടികളും ഇംഗ്ലീഷ് പഠിച്ച കുട്ടികളും ശരിക്കും ഗവൺമെന്റ് നമ്മളെ കേരള ഗവൺമെന്റ് കൂടിയേ ഇവിടെ മലയാളം ഒന്ന് പരിഗണിക്കാൻ പ്രത്യേകിച്ചില്ല. ഇവിടെ വക്കം വിശ്വത്തും LJ വന്ന ടൈമിൽ ഒരു മലയാളം ഇത് തുടങ്ങാന്നൊക്കെ പറഞ്ഞു. പിന്നെ അത്ര വേണ്ട. കാരണം ഇത്രമാത്രം മലയാള തനിമ നമ്മൾ നിലനിർത്തുന്നുണ്ട്. കൃഷികളാവട്ടെ മലയാള ഭാഷ സംരക്ഷിക്കാനൊക്കെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് ഈ കാര്യത്തിൽ ഇല്ല തോന്നുന്നുണ്ട് അല്ലേ? അല്ല അത് കേന്ദ്ര ഗവൺമെന്റ് ഹിന്ദി ആക്കണം എന്നുള്ള ഒരു ഇതുണ്ട്. ഹിന്ദിയും പിന്നെ കാര്യം ഇംഗ്ലീഷും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആദ്യം 5 വരെ ഒരു മലയാള സബ്ജക്ട് ഇവിടെ തൊട്ടുകഴിഞ്ഞ ഒരു മലയാള സ്കൂളുണ്ടാകും. അവിടെ അത് കാലിക്കറ്റൊക്കെ പഠിക്കും. ഇപ്പൊ അതൊക്കെ പിന്നെ എടുത്തു പോയി. അത് നമ്മളെ ആൾക്കാർക്ക് ആവശ്യമില്ല. അതിനകത്ത് പിന്നാലെ കൂടിയൊന്നുമില്ല. ഇപ്പത്തെ പുതിയ മക്കൾക്ക് മലയാളം വല്ലതും അറിയണില്ല, ഹിന്ദി മാത്രമാണ് അല്ലേ? മദ്രസയിൽ നമ്മള് മദ്രസ പഠിപ്പിക്കുമ്പോ അറബി മലയാളം ഉണ്ടാകും. ഇപ്പൊ അറബി മലയാളം പോയി ഉറുദു ആക്കി അല്ലേ പൊതുവെ. അപ്പൊ ഏതാണെങ്കിലും നമുക്ക് ഒരുപാട് പഠിക്കാണ്ട് ഇവിടെ. അപ്പൊ ഞാൻ ഇവിടെ കല്യാണത്തിന് പോയി ഒരു പഞ്ചായത്ത് ഇവിടെ എല്ലാ എന്താണ് പഞ്ചായത്തില് അപ്പൊ ഹോളില് അല്ലെ നമ്മളിപ്പത്തെ കല്യാണം പഞ്ചായത്തിലല്ലേ? അപ്പൊ അവിടെ എന്താണ് നമ്മുടെ നാട്ടിൽ അങ്ങനെ പഞ്ചായത്ത് ഹാളുകൾ കല്യാണം ഇല്ലല്ലോ കേരളത്തില്.
എവിടെ ഹോളുണ്ട് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാണ് ഇപ്പൊ ഇതിന് ആ ഓഡിറ്റോറിയത്തിനാണ് ഇപ്പൊ ഇവിടെ ഹോൾ എന്ന് പറയുന്നത്. ഓഡിറ്റോറിയത്തിന് അവിടെ വലിയ ഫണ്ടാണല്ലോ. ഇവിടെ പഞ്ചായത്തിന് ഗവൺമെന്റിന്റെ പഞ്ചായത്തിൽ ഫണ്ടുണ്ട്, ഗവൺമെന്റിനാണ്. പക്ഷെ അതിന് നമ്മള് ചെറിയ ഫണ്ട് കൊടുക്കണം. പ്രൈവറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 10,000 20,000 ഒക്കെ കൊടുക്കണം. അല്ല അവിടെ 10,000 20,000 50,000 1 ലക്ഷം 2 ലക്ഷം ഒക്കെ അല്ലേ? ഇവിടെ 8,000 രൂപ. പിന്നെ സിമ്പിൾ കല്യാണം അല്ലേ? ചെറിയ നല്ല വല്ലതോ ഭക്ഷണം ഓവറാക്കാത്ത രീതിയിൽ ഓവറാക്കിയിട്ടുണ്ടാക്കണവരുണ്ട്, കഴിവിനനുസരിച്ചിട്ട്. അല്ല എന്നാലും നല്ലൊരു മാതൃക ഉണ്ട് അവിടെ അല്ലേ? മാതൃക ഉണ്ട്. കേരളത്തിന്റെ കാര്യം ഭയങ്കര പോക്കാണല്ലോ. കല്യാണത്തിന്റെ കാര്യം ഇപ്പൊ നിക്കാഹിനൊക്കെ വരുമ്പോഴും അങ്ങോട്ട് വരുമ്പോഴും എന്തെല്ലാം അല്ല കേരളക്കാർ നമ്മുടെ നാട്ടില് ഇവിടുത്തെ മലയാളികൾ കണ്ട് പഠിക്കാണ്ട് കുറെ കാര്യങ്ങൾ. ഇവിടെ നമുക്ക് നിസ്കരിച്ചാനൊക്കെ പള്ളിയിൽ പോകുമ്പോൾ തൊപ്പിടാത്ത ഒരു മനുഷ്യനെ കാണുന്നത്. എല്ലാവരും തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടില്ല. ആ പഴയ തനിമ, ആ ഒരു ബഹുമാനം കാര്യം ഉത്സാഹമായിട്ടും ആൾക്കാർക്ക് ബഹുമാനം കാര്യം എല്ലാവരും ആര് വന്നാലും പരിചയപ്പെട്ട് സ്നേഹത്തിൽ ആ ഒരു പഴയ തനിമ നിലനിർത്തുന്നുണ്ട് അല്ലേ? എല്ലാവരെയും പരസ്പരം ബഹുമാനിക്കുക, ആദരിക്കുക. ആ പഴയ ഇതുവരെ നിലനിന്ന് പോന്നിക്കണു. മുന്നേക്ക് വരേണ്ട കാര്യം എന്താണെന്ന് പറയാൻ വരുന്നവരെ സഹായിക്കുക അല്ലെ? അതൊക്കെ ഉണ്ട്. അതുകൊണ്ടല്ലേ ഇത് നിലനിൽക്കുന്നത്. പിന്നെ പഠിച്ചവർക്ക് നല്ല ജോലി കാണും അല്ലേ? ഗവൺമെന്റും കാര്യങ്ങളൊക്കെ ബിസിനസ് ചെയ്യലൊക്കെ അല്ലെ? ജോലി കാര്യങ്ങള് എന്തെങ്കിലും പ്രയാസം ഇറങ്ങി വരുമ്പോ ഒത്തൊരുമിച്ച് എല്ലാവരും ഉണ്ടാവും അല്ലേ? ഏതായാലും സാർ ഇതിൽ കുറെ ഇപ്പൊ സമയമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാ നമ്മൾ ആൻഡമാനെ പറ്റിയും അതേപോലെ തന്നെ പ്രത്യേകിച്ച് നോർത്ത് ബേയെ കുറിച്ചും റോസ് ഐലൻഡിനെ കുറിച്ചും പിന്നെ പ്രത്യേകിച്ച് 20 രൂപ നോട്ടിനെ കുറിച്ചും ഒക്കെ പറയാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിൽ പണ്ട് അല്ലേ പേരുകൾക്ക് മാറ്റി ഇപ്പം അത് നോർത്ത് അല്ല മൗണ്ട് മണിപ്പൂർ ആക്കി. അപ്പം ഇത് മണിപ്പൂരിലെ അമിത്ഷാ ഒക്കെ പറയുന്നില്ല, മണിപ്പൂരിലെ ആളുകളെ രാജാവിനെ കൊണ്ട് കൊണ്ടുവന്നിരുന്നു. അപ്പം അതുകൊണ്ടാണ് മണിപ്പൂർ ആക്കി. അല്ല അപ്പൊ ഇതിലിപ്പോ കുറെ മാറ്റങ്ങൾ വരുത്തിട്ടുണ്ട്. പണ്ടത്തെ എന്താണ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉണ്ടല്ലോ നമ്മള് ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഫോട്ടോ അതേപോലെ തന്നെ കുറെ മാറ്റങ്ങൾ എഡിറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ ശരിക്കും ആ പഴയത് തനിമ നിലനിർത്തണം അല്ലേ? ഗവൺമെന്റ് മാറി മാറി വന്നാലും എന്നും ആ സത്യാവസ്ഥയിൽ മുന്നോട്ട് പോകണം. ഏതാണെങ്കിലും ആൻഡമാന് നിക്കോബാറിൽ കാണാൻ കഴിഞ്ഞ വലിയ സന്തോഷം. പിന്നെ എല്ലാവരും വീട്ടിൽ പോയി നല്ല ഭക്ഷണം, നല്ല വിശ്രമം എല്ലാം കഴിച്ചല്ലേ അല്ലേ? പിന്നെ ഓരോ വീട്ടിലും ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും ഒക്കെ നല്ല നല്ല ഇത് ഏതാണെങ്കിലും ഇൻഷാ അല്ലാ ജസാക്കല്ലാഹ് ഖൈർ. വീഡിയോ നിർത്താൻ ഇൻഷാ അല്ലാ. നമ്മളെ മനാഫ്ക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.